നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് അമ്മൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു തന്തൂരി. അടുപ്പില്ലാതെ വീട്ടിലങ്ങനെ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും. സ്വാദിഷ്ടമായൊരു ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് കാണാൻ തന്നെ വളരെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പ്രിപ്പറേഷനാണത്. കണ്ടാൽ ചിലപ്പോൾ ചിരിയെല്ലാം വരും, പക്ഷേ സ്വാദിഷ്ടമായൊരു സംഗതിയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇതിലേക്ക് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ വലിയ വലിയ പീസുകളാണ്, തുട പീസുകളാണ്, 1/4 പീസുകൾ. അത് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസിനെ പറ്റി നോക്കാം. ഇതിൽ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക്, പിന്നെ ഗരം മസാല, മുളക് പൊടി, ഇതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിൽ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ, എത്ര വേണ്ടെന്ന് അത്ര ഇട്ടാൽ മതി. ഇനി അടുത്തത് എല്ലാം കൂടെ നന്നായിട്ട് ചിക്കൻ്റെ കൂടെ മിക്സപ്പ് ആയിരിക്കണം. നന്നായിട്ട് കുഴച്ച് വരകളിലൊക്കെ ഉള്ളിലൊക്കെ മസാല കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പുറത്ത് മാത്രം മസാല നിൽക്കുള്ളൂ. ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക മസാല. ഇതൊക്കെ പ്രോസസ്സ് ഇതേപോലെ ചെറിയൊരു പാത്രത്തിൽ കനൽ നന്നായിട്ട് കരിക്കട്ട ചൂടാക്കിയതിന് ചുവത്ത കളർ എന്തായിരിക്കണം, ആ കളറിൽ ആ പാത്രത്തിന് കൂടെ തന്നെ കുറച്ച് നെയ്യോ ഇല്ലെങ്കിൽ വെണ്ണയോ ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ മൂടി വയ്ക്കുക. അല്പനേരം കഴിയുമ്പോൾ ഇപ്പം മടച്ചു വെച്ചിരിക്കുന്ന പ്രതലം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് സ്മോക്ക് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആയിക്കൊണ്ടിരിക്കുകയാണിത്. ഇതുപോലെ ഉണ്ടാവും, സ്മോക്ക് നിറഞ്ഞു. ഇപ്പോൾ അതായത് നമ്മൾ ഈ കണലിൽ ചുട്ടതിൻ്റെ ആ സ്മെല്ലായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഇത് രസകരമായ പ്രൊസീജിയറാണ്. ഞാൻ ആദ്യമേ പറഞ്ഞത്. നമുക്കൊരു പാൻ വയ്ക്കാം സ്റ്റൗവിൽ. എന്നിട്ട് ആവശ്യത്തിനുള്ള കുക്കിംഗ് ഓയിൽ അതിൽ ഒഴിക്കാം. കാരണം നന്നായിട്ട് വേവണം. അപ്പോൾ അത്രമാത്രം അതിന് എണ്ണ ഉണ്ടായിരിക്കണം. ഇപ്പോൾ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ചിക്കൻ്റെ സ്മെല്ല് ഈ കനലിൽ ചുട്ട പോലെ ഉണ്ടാവും. എന്നിട്ട് നേരെ എടുക്കുക, തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ വയ്ക്കുക. 2-3 പ്രാവശ്യം അങ്ങോട്ട് തിരിച്ചും മറിച്ചെല്ലാം ഇടണം. കാരണം നന്നായിട്ട് വേവണം. കാരണം വലിയൊരു കിച്ചൻ്റെ തുട പീസാണിത്. സോ എല്ലാ ഭാഗവും നന്നായിട്ട് വേവണം. സോ 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചിടാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രം സ്റ്റിക്ക് തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ പാകത്തിലായിട്ടുണ്ട് ട്ടാ. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. വളരെ രസകരമായൊരു പ്രൊസീജിയറാണ്. അതുപോലെ തന്നെ സ്വാദിഷ്ടമായൊരു ചിക്കൻ റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ അമർത്തുക. So see you on next video. God bless you everybody. ചിക്കൻ ഒരു പിടി പിടിക്കാൻ പോവാൻ ട്ടാ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.